എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ സ്വീറ്റ് ഹാൻസം ലവ്ലി പ്രേതകഥ എന്ന് പറഞ്ഞ മുത്തം പൊളിച്ചെഴുതി. ഞങ്ങൾ ആഗ്രഹിച്ച ഒരു നിവിൻ പോളി ഇങ്ങനെ തിരിച്ചു വരുന്നു. അവർ കമ്മിങ് ബാക്ക് നോക്കിക്കോളൂ, ഇനി അവരുടെ കാലാണ്. നൈസ് മൂവി, നന്നായിരുന്നു, എല്ലാം നന്നായിരുന്നു. ഗോസ്റ്റ് അടിപൊളി. ഇപ്പോൾ ഗോസ്റ്റിനെ നേരിട്ട് കാണുകയും ചെയ്തു. യെസ് യെസ്. എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ സ്വീറ്റ് ഹാൻസം ലവ്ലി പ്രേതകഥ എന്ന് പറഞ്ഞ മുത്തം പൊളിച്ചെഴുതി. ഇറ്റ്സ് എ കോമഡി റൊമാൻറ്റിക് ആൻഡ് പ്രേതകഥ. നിവിൻ പോളി സൂപ്പർ. ഞങ്ങൾ ആഗ്രഹിച്ച ഒരു നിവിൻ പോളി ഇങ്ങനെ തിരിച്ചു വരുന്നു. സന്തോഷം. ഇഷ്ടപ്പെട്ടു. അതെ, അതാണ് എന്റെ സ്പെഷ്യൽ. പിന്നെ കുട്ടിയുടെ ആക്ടിങ് നല്ല ഫിലിമായിരുന്നു. നല്ലായിരുന്നു. വളരെ നല്ല സിനിമ. പ്രേതത്തിനോട് ഡിലൂനോട് എന്താ പറയണ, കണ്ണ് നിറഞ്ഞു പോയി ആ ആക്ടിങ് കണ്ടിട്ട്. അവർക്ക് വലിയൊരു ഫ്യൂച്ചർ ഉണ്ട്. പിന്നെ നവീനും അജു അവർ കമ്മിങ് ബാക്ക് നോക്കിക്കോളൂ, ഇനി അവരുടെ കാലാണ്. യെസ്, താങ്ക് യു. പിന്നെ ഇഷ്ടപ്പെട്ടു. നേരിട്ട് കണ്ടപ്പോൾ പ്രേതമൊന്നുമല്ല, നേരിട്ട് കണ്ടപ്പോഴേ വിശ്വസിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഓക്കെ, സന്തോഷമായി. നിവിൻ പോളി അടിപൊളിയല്ലേ. കുറേ ദിവസമായി കണ്ടിട്ട്. ഇപ്പം അടിപൊളിയായി, ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു കേട്ടോ. നന്നായിട്ട് പോയിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. അടിപൊളി മൂവി, ഒന്നും പറയാനില്ല. സൂപ്പർ. അടിപൊളി കംബാക്ക്. കോംബോ എപ്പോഴും അതൊരു സൂപ്പർ ഹിറ്റ് ആണല്ലോ. അത് തന്നെ ഞങ്ങൾ ഇവിടെ കണ്ടും ചെയ്തു. ഓ, ഷീ ഈസ് വെരി ഗുഡ് ആക്ച്വലി. നല്ലൊരു നമ്മൾ കാണുന്ന പോലെ ഒരു ഫ്രണ്ട്ലി ഗോസ്റ്റ് ആണ്. ഭയങ്കര ഇഷ്ടമായി. നല്ല എന്റർടൈനിങ് ആയിരുന്നു. ആക്ടിങ്ങും ഭയങ്കര നല്ലായിരുന്നു. അടിപൊളി. കുറെ നാളിന് ശേഷമാണ് കാണുന്നത്. ശരിക്കും അത് കുറെ നാളായിട്ട് ഇങ്ങനെ ഈ കോമ്പിനേഷൻ കാണുന്നില്ലായിരുന്നല്ലോ. ഇപ്പൊ കണ്ടപ്പോൾ സന്തോഷമായി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല മൂവി, വെൽ ടേക്കൻ.